എനിക്ക് തോന്നുന്നു 2026 ഒത്തിരി പേര് നല്ല പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടോ, നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുൻപ്, അതായത് കഴിഞ്ഞ ന്യൂ ഇയറിന് മുൻപ് ആ ഒരു സമയത്ത് ഒരു തീരുമാനം എടുത്തു. ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുത്തു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാക്സിമം വീഡിയോസ് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനം ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു. അതിനുശേഷം പിന്നെ എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ മാക്സിമം എല്ലാ ദിവസവും വീഡിയോകൾ ഇടാനായിട്ട് ശ്രമിച്ചു. പല തടസ്സങ്ങളുണ്ടായി, ഒത്തിരി പ്രതികൂലങ്ങൾ. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. പക്ഷേ കൃപയാൽ മിക്ക ദിവസങ്ങളും വീഡിയോ ഇടാനായിട്ട് സാധിച്ചു. കുറച്ച് ദിവസങ്ങളൊക്കെ മിസ്സിംഗ് ഉണ്ട് എങ്കിൽ പോലും കഴിയുന്നത്ര ദിവസങ്ങൾ മാക്സിമം ശ്രമിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനായിട്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചപ്പോ ദൈവത്തിന്റെ കൃപ അതിന്റെ കൂടെ ഇരുന്നു. പലരും എന്നോട് ചോദിച്ചു, ബ്രദറെ എല്ലാ ദിവസവും എങ്ങനെ വിഷയം കിട്ടും? സത്യം പറഞ്ഞാൽ ഞാൻ വിഷയത്തിന് വേണ്ടി അലഞ്ഞിട്ടില്ല. ഇന്നൊരു വിഷയം കിട്ടുമോ എന്ന് ചോദിച്ച് ഒരു കാര്യത്തിലും ഒരു സമയത്തും ഞാൻ അലഞ്ഞിട്ടില്ല. ദൈവം സംസാരിക്കേണ്ട വിഷയം അനുദിനം നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് തരികയും അത് ദൈവകൃപയാൽ സംസാരിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്കറിയാം 100% എനിക്ക് ആ തീരുമാനത്തോട് ആത്മാർത്ഥത പുലർത്താൻ യാതൊരു വിധത്തിലും സാധിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെയാ, മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു തീരുമാനം എടുക്കും, എന്നാൽ ആ തീരുമാനത്തിൽ 100% നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പതിയെ നമ്മൾ തളരും, പതിയെ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കുറയും, മറ്റു തിരക്കുകൾ നമുക്ക് കൂടും, പല അസ്വസ്ഥതകളും നമുക്കുണ്ടാകും. ഇങ്ങനെ നമ്മൾ തീരുമാനത്തിൽ നിന്ന് പലപ്പോഴും പിന്നോട്ട് പോകും. മനുഷ്യന് അങ്ങനെയാണ്. എന്നാൽ ദൈവം നേരെ തിരിച്ചാണ്. ദൈവം നമ്മുടെ മേൽ ഒരു കൃപ വച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വയ്ക്കുമ്പോൾ എപ്പോഴും ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ഫിലിപ്പി ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു വാക്യം. ഇത് വായിച്ച് നമ്മൾ ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി ലേഖനം അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യം നമുക്കത് വായിക്കാം. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. അതായത് ദൈവം നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി അവൻ അവസാനം വരെ വിശ്വസ്തനായിരിക്കും, അത് പൂർത്തിയാക്കും. ദൈവത്തിന്റെ ദിനത്തിൽ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിധ കോംപ്രമൈസും ദൈവം ചെയ്യുന്നില്ല. അതായത് ദൈവം നിന്റെ മേൽ ഒരു തെരഞ്ഞെടുപ്പും വിളിയും പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടി ആ വചനം വായിക്കാം ബ്രദറെ, ഒന്നുകൂടി വായിച്ചോ. നമുക്ക് ഒന്നുകൂടി ആഴത്തിൽ ആ വചനത്തെ ഒന്ന് ചിന്തിക്കാം. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ, നല്ല പ്രവൃത്തി, നിന്നിൽ നല്ല പ്രവൃത്തി, സത്പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും, കർത്താവിന്റെ ദിനം, ക്രിസ്തുവിന്റെ വരവ്, 2-ാം വരവ് ആകുമ്പോഴേക്കും അത് പൂർത്തിയാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് പൂർത്തിയാക്കും. ഇടയ്ക്കിട്ട് വിട്ടിട്ട് പോകുന്നില്ല. 2 ദിവസം കഴിയുമ്പോ നിന്നെ കൈവിട്ടു പോകുന്നവനല്ല ദൈവം. ഒരാഴ്ച കഴിയുമ്പോ നീ പോടാ എന്ന് പറഞ്ഞിട്ട് വിടുന്നവനല്ല ദൈവം. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മഹത്വപ്പെടുത്തും. മഹത്വത്തിന്റെ ദിനത്തിൽ അവൻ വാനമേഘങ്ങളിൽ വരുമ്പോ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഒരു ചോദ്യം, ഒരു പ്രധാന ചോദ്യം കിടക്കുകയാണ്. ബ്രദറെ, നമ്മുടെ ഗ്രൂപ്പിൽ വന്ന എല്ലാവരും ഇപ്പൊ ഇല്ലല്ലോ, ഒരുപാട് പേര് വിട്ടുപോയി. ബ്രദറെ, പ്രയറിൽ വന്ന എല്ലാവരും ഇല്ലല്ലോ, ഒത്തിരി പേര് പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായി നമ്മൾ വചനത്തിൽ വായിച്ചാൽ പോലും ദേമാസ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് പോയി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പൊ വിളിച്ച് ദൈവത്തിന്റെ കൃപയിൽ പ്രവർത്തിച്ചവരെല്ലാവരും ഉണ്ടായോ എന്ന് ചോദിച്ചില്ല. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ യൂദാസ് ഇല്ല, നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ അനേക വ്യക്തികൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ദൈവം അവരിൽ പ്രവർത്തിച്ചില്ലേ? ദൈവം പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ട് ഇടയ്ക്കിട്ടിട്ട് വിട്ടിട്ട് പോയി? ഇങ്ങനെ അനേക സംശയങ്ങൾ നമുക്ക് ഈ കാര്യത്തിലുണ്ടാകും. അവിടെയാണ് നമ്മൾ 1-2 വചനങ്ങൾ വായിച്ച് ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുക. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ കൂടെ വായിക്കാം. ഇതിന്റെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല, ജലത്താലും ആത്മാവിനാലും വീണ്ടെടുക്കപ്പെടണം. ഒരു താഴെ പറയുന്നുണ്ട്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അടുത്ത വാക്യം വായിക്കാൻ പോകുന്നത്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്,
ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ഓക്കെ, നമ്മളിവിടെ ഒരു ചെറിയൊരു ഉദാഹരണം എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള 1-2 പേരെ വെറുതെ ഒന്ന് വിളിക്കാം. ഓക്കെ, സിബിച്ചേട്ടൻ ഫസ്റ്റ് പ്രിയോറിറ്റി സിബിച്ചേട്ടൻ കൊടുക്കുക. ആദ്യം തന്നെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രദറെ എന്നെ പറഞ്ഞോ, ഉദാഹരണമായിട്ട് എന്നെ എടുത്തോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ സിബിച്ചേട്ടൻ ശരീരത്തിൽ നിന്നും സിബിച്ചേട്ടന്റെ അപ്പനിൽ നിന്നും പറഞ്ഞു, അല്ലെ? ഈ അപ്പച്ചനെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ക്യാരക്ടർ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പച്ചന്റെ സ്വഭാവം ഉണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ ആത്മാവിൽ നിന്ന് ജനിച്ചത്, അവസരം വായിച്ച ബ്രദറെ, ആത്മാവിൽ നിന്ന് ജനിച്ചത്. യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അടുത്ത വാക്യം വായിച്ചു. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, മാംസത്തിൽ നിന്നും, ജഡത്തിൽ നിന്നും, മാംസത്തിൽ നിന്നും ജനിക്കുന്നത് മാംസമാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അതായത് സിബി എന്ന് പറയുന്ന വ്യക്തി തങ്ങളുടെ ഇഷ്ടമില്ലാതെ, തങ്ങളുടെ അനുവാദമില്ലാതെ സിബിച്ചേനോട് ചോദിച്ചില്ല. സിബിച്ചേന്റെ അപ്പൻ, സിബി ഞാൻ നിന്നെ സൃഷ്ടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മകൻ, ഒരു ആൺകൊച്ചുണ്ടാകട്ടെ എന്ന് സിബിച്ചേനോട് ഒരു അനുവാദം ചോദിച്ചിട്ടില്ല. ദൈവം ചോദിച്ചിട്ടില്ല, തന്റെ പിതാവും ചോദിച്ചിട്ടില്ല. അപ്പൊ ദൈവവും പിതാവും ചോദിക്കാതെയാണ് ശരീരത്തിൽ നിന്നും ഒരു ശരീരം, ഒരു ജഡം ഇവിടെ ഭൂമിയിൽ ജനിച്ചു. എന്നാൽ ആത്മാവിൽ നിന്നും ആത്മാവ് ജനിച്ചാലേ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അല്ലാതെ ഈ ഭൂമിയിൽ ജഡമായി പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. നമ്മളെല്ലാം നമ്മുടെ പിതാവിൽ നിന്നും, നമ്മുടെ അപ്പനിൽ നിന്നും ഒരു ജഡം സ്വീകരിച്ച് ഈ ഭൂമിയിൽ കടന്നു വന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. എന്നാൽ ആത്മാവിനെ സ്വീകരിക്കണം, എന്നാലേ ഒരുവൻ ദൈവരാജ്യത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. അടുത്ത വാക്യം പറയുന്നത്, കാറ്റൊന്ന് ഇഷ്ടമുള്ളതേക്ക് വീശും, അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല. അതായത് എനിക്ക് കാറ്റിന്റെ ദിശ നോക്കി നിൽക്കാനോ, കാറ്റ് ഇന്ന സ്ഥലത്ത് വരുമെന്ന് വിചാരിച്ച് ഞാൻ ആ കാറ്റിന്റെ അടുത്ത് പോയി നിന്ന് ആ കാറ്റിനെ സ്വീകരിക്കാനോ പറ്റത്തില്ല. കാറ്റ് അതിനിഷ്ടമുള്ളതേക്ക് വീശുന്നു. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ, ഞാൻ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനതിന് ഉത്തരവാദിയല്ലല്ലോ. കാരണം കാറ്റിന് ഇഷ്ടമുള്ളതേക്കല്ലേ വീശുന്നേ. കാറ്റ് കേരളത്തിലെ അങ്കമാലി ദേശത്തോടുകൂടെ വീശിയാലല്ലേ ഞാൻ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഡെസ്റ്റിന്റെ വീടിന്റെ അടുത്തേക്കൂടെ വീശിയാലല്ലേ ഡെസ്റ്റിൻ വീണ്ടെടുക്കപ്പെടത്തുള്ളൂ. ഈ ഭാഗത്തേക്ക് ആ കാറ്റേ വന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവം ഞാൻ എന്ത് ചെയ്യാനാ? ഇതിന് സമാനമായ ഒരു വാക്യം വേണ്ടി നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:37 കൂടി വായിക്കാം. 6-ാം അധ്യായം 37-ാം വാക്യം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. അപ്പൊ പിതാവ് എനിക്ക് തരണം. പിതാവ് എനിക്ക് തന്നില്ലെങ്കിൽ അവരാരും എന്റെ അടുത്ത് വരില്ല. ഇതിന്റെ 44-ാം വാക്യത്തിൽ ഒന്നുകൂടി കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടെ 44-ാം വാക്യത്തില് വീണ്ടും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ, നന്മ ചെയ്യണമെങ്കിൽ, വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ദൈവവിളി സ്വീകരിക്കണമെങ്കിൽ, മഹത്വപ്പെടണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. അതേ കാര്യം തന്നെ 37-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ പിതാവ് ആകർഷിക്കണം, എന്റെ പിതാവ് വിളിച്ചവർ, എന്റെ പിതാവ് എനിക്ക് തന്നവർ എന്റെ കൂടെ ഉണ്ട്, ഇതല്ലാതെ വേറെ ആരുമില്ല. എന്റെ പിതാവ് ആകർഷിച്ചാലേ ഒരുവന് ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പല കാര്യങ്ങൾ വായിച്ചു. ഒന്ന്, ദൈവം ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു, അത് അവൻ അവസാനിപ്പിക്കും. അതിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. ദൈവം ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് അവൻ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. രണ്ടാമത് നമ്മൾ വീണ്ടും വായിച്ചു, കാറ്റ് അതിന് ഇഷ്ടമുള്ളതേക്ക് വീശും. അങ്ങനെ കാറ്റ് ഇഷ്ടമുള്ളതേക്കാണ് വീശുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വീണ്ടും വചനം പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:6-37 പറയുന്നു, പിതാവ് തന്നാലേ പുത്രന് അവനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. പിതാവ് 44-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് ആകർഷിച്ചാലേ ഒരുവൻ ദൈവസന്നിധിയിൽ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ വരുന്നുള്ളൂ എന്നുകൂടെ പറഞ്ഞു വെക്കുന്നു. ഇനി എഫേസ്യ ലേഖനം അതിന്റെ 2:10 കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ വചനം വായിക്കുമ്പോൾ ആൻഡ്രൂ ബ്രദറിന് എന്താ മനസ്സിലായി? ആൻഡ്രൂ ബ്രദർ ഒന്ന് പറയാമോ? അതായത് ഒന്നുകൂടി വായിച്ചിട്ട് പറഞ്ഞാൽ മതി, ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് പറഞ്ഞാൽ മതി. നാം ദൈവത്തിന്റെ കരവേലയാണ്. അപ്പോ ആൻഡ്രൂ ബ്രദർ ദൈവത്തിന്റെ കരവേലയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഓക്കെ, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം മുൻകൂട്ടി സൽപ്രവൃത്തിക്കായിട്ടാണ് ആൻഡ്രൂവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? അതല്ലേ മനസ്സിലായി?
അപ്പൊ ആൻഡ്രൂ ബ്രദറിനെ ദൈവം സൃഷ്ടിച്ചത് സൽപ്രവർത്തിക്കാണ്, ഡെസ്റ്റിനെ ദൈവം സൃഷ്ടിച്ചത് തിന്മ പ്രവർത്തിക്കാണ് എന്ന് നീ വിചാരിക്കുക. അങ്ങനെ നമ്മളൊരു അങ്ങനെ അല്ലല്ലോ, നല്ലതാണ്. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കണ്ട, വെറുതെ ഒരു രസത്തിന് വേണ്ടി കുറച്ച് നേരത്തേക്ക് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്ററിയാം. ഓക്കെ, അപ്പൊ ഡെസ്റ്റിനെ ദൈവം സൃഷ്ടിച്ചത് തിന്മയ്ക്ക് വേണ്ടിയിട്ട്, ആൻഡ്രൂവിനെ ദൈവം സൃഷ്ടിച്ചത് സൽപ്രവർത്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആൻഡ്രൂ ബ്രദർ നശിക്കുകയും അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുകയും ഡെസ്റ്റിൻ തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ എന്ത് വ്യത്യാസമുള്ളത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം പറയുകയാണ് സൽപ്രവർത്തിക്ക് വേണ്ടി നിന്നെ സൃഷ്ടിച്ചു, അല്ലെ? അങ്ങനെയല്ലേ വചനം വായിച്ചേ? ഒന്നുകൂടി വായിച്ചോ, തുടക്കം മുതൽ. ദൈവത്തിന്റെ കരവേലയാണ് നാം ദൈവത്തിന്റെ കരവേലയാണ്. ആ കരവേലയാകട്ടെ നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ദൈവം മുൻകൂട്ടി നിനക്ക് വേണ്ടി സൽപ്രവർത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ ആൻഡ്രൂ സൃഷ്ടിക്കപ്പെട്ടത് സൽപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആൻഡ്രൂ സൽപ്രവർത്തി ചെയ്യുന്നു. മറ്റു ചിലരാകട്ടെ തിന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവർ തിന്മ ചെയ്യുന്നു. അപ്പൊ അവര് തിന്മ ചെയ്യുന്നതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആൻഡ്രൂ നന്മ ചെയ്യുന്നതിൽ ആൻഡ്രൂവിന് യാതൊരു വിധത്തിൽ അഭിമാനിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പ്രവീൺ ബ്രദർ ആകെ തല ഓഞ്ഞിരിക്കുക. ബാംഗ്ലൂര് പ്രവീൺ ബ്രദർ കണ്ണടയൊക്കെ ഊരി തുടച്ചൊക്കെ വീണ്ടും വെക്കുക. ഇയാൾ എന്നേ പറഞ്ഞു വരുന്നേ? അപ്പൊ ഞാനിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ബ്രദറെ എന്നുള്ള ചോദ്യമായിരിക്കും. അടുത്ത കഴിയുമ്പോൾ തന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, ബ്രദറെ അപ്പൊ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ, തിന്മയ്ക്കാണോ നന്മയ്ക്കാണോ? ഒന്ന് നോക്കിയിട്ട് പറയാം ബ്രദറെ. കബഡി ഒന്നും നിരത്തി പറയാൻ പറ്റില്ല ബ്രദറെ. നമ്മള് ചിന്തിച്ചു പോവുകയായി വചനം. അതായത് ഇപ്പൊ ഞാൻ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. ഇനി ഞാൻ തിന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഞാൻ നന്മ ചെയ്യാത്തതിൽ എന്നെ ആർക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? എന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കും? ദൈവത്തിനോ മനുഷ്യർക്കോ ആർക്കും എന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം എന്റെ സൃഷ്ടിയെ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നശിച്ചു പോയതിൽ എന്ത് പ്രശ്നം? ഞാൻ തിന്മയിൽ പ്രവർത്തിക്കുന്നതിൽ ജീവിക്കുന്നതിൽ എന്ത് കാര്യം, എന്ത് പ്രശ്നം? എന്നെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അടുത്ത വാക്യം വായിക്കുകയാണ്, ഫിലിപ്പി ലേഖനം 2:13. വാക്യങ്ങൾ വായിച്ചു വരുമ്പോ മൊത്തം ആശയക്കുഴപ്പത്തിലായിട്ട് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഫിലിപ്പി 2:13 വായിച്ചു. ഫിലിപ്പി 2:13 വായിച്ചു. എന്തെന്നാൽ തന്റെ അഭിഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അല്ലെ? അങ്ങനെയല്ല വാക്യം പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ തന്റെ അഭിഷ്ടമനുസരിച്ച് ദൈവത്തിന്റെ അഭിഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും നീ ചിന്തിക്കണം, നീ ഇച്ഛിക്കണം, പ്രവർത്തിക്കണം, നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്, അതിനു വേണ്ടി ഒരു ഉത്തേജനം, ഒരു സപ്പോർട്ട്, ഒരു ബാക്ക് പുള്ളിങ് തരുന്നത് ആരാണ്? ദൈവമാണ്. അപ്പൊ ആൻഡ്രൂ നന്മ ചെയ്യണം, നന്മ ചെയ്യുമോനെ, നന്മ ചെയ്യടാ എന്ന് ആൻഡ്രൂവിനെ പുറത്തുനിന്ന് തള്ളിയത് ആരാണ്? ദൈവമാണ്. അപ്പൊ എന്നെ തിന്മയിലേക്ക് തള്ളിയതാരാ? ആൻഡ്രൂ ബ്രദർ നന്മ മാത്രം ചെയ്യുന്നു, ഞാൻ തിന്മ മാത്രം ചെയ്യുന്നു. അപ്പൊ എന്നെ തള്ളിയതാരാ? തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോയതാരാ? അല്ല, ഞാൻ നന്മ ചെയ്യാത്തതിൽ എന്നെ ആർക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? കാരണം ഇവിടെ വചനം പറഞ്ഞത് ഒരുവന് സത്പ്രവർത്തി ചെയ്യുവാനും നന്മ ചെയ്യുവാനും ചിന്തിക്കാൻ, ഇച്ഛിക്കാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ പോലും പുറകിൽ പ്രവർത്തിച്ചത് ദൈവമാണ്. ദൈവം എന്റെ മേൽ പ്രവർത്തിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും? ദൈവം ടെസ്റ്റിന്റെ മേൽ പ്രവർത്തിച്ചില്ല, നന്മ ചെയ്യാനുള്ള പ്രവൃത്തി നടത്തില്ല, അങ്ങനെ ഒരു ഇച്ഛ കൊടുത്തില്ല. അപ്പൊ എന്നെ കുറ്റപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ആരെന്നെ കുറ്റപ്പെടുത്തും? വീണ്ടും കൺഫ്യൂഷനായി. 1 കൊരിന്തോസ് 2:6 വാക്യം. 1 കൊരിന്തോസ് 12:6. 1 കൊരിന്തി 12:6. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. പ്രവൃത്തിയിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും, സകലർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്നത് ദൈവം ഒന്ന് തന്നെ. എല്ലാറ്റിനും പ്രചോദനം നൽകുന്നത്, നന്മയ്ക്കാകട്ടെ സകലത്തിനും പ്രചോദനം നൽകുന്നത് ദൈവം ഒരുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിന് മുകളിലെ വാക്യങ്ങൾ വായിച്ചാൽ വരങ്ങളിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഈ പ്രവൃത്തി, അനുഗ്രഹം, ഈ പറയുന്ന വരങ്ങൾ, ഇതെല്ലാം പ്രവർത്തിക്കാൻ ദൈവം തന്നെയാണ് അതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഡെലിവറൻസ് ചെയ്യുന്നു, മറ്റൊരുവൻ പ്രവചിക്കുന്നു, വേറൊരുവൻ സുവിശേഷം പ്രഘോഷിക്കുന്നു, വേറൊരുവൻ പ്രബോധനം നടത്തുന്നു, വേറൊരുവൻ ചാരിറ്റി പ്രവൃത്തി ചെയ്യുന്നു. ഇങ്ങനെ ദൈവികമായ ഏത് പ്രവൃത്തി ഒരുവൻ ചെയ്യുന്നോ അതിന് ആർക്കും മേന്മ വയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനു വേണ്ടി അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാരാണ്? ദൈവം തന്നെയാണ്. അപ്പൊ നമുക്ക് അഭിമാനിക്കാൻ യാതൊരു വകയില്ല. നമ്മളിപ്പോ ഇത്രയും വചനം വായിച്ചു.
ഇത്രയും വചനം വായിച്ചതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നിസ്സഹായരാണ്. ദൈവം വിളിച്ചാൽ, ദൈവം തെരഞ്ഞെടുത്താൽ, ദൈവം മഹത്വപ്പെടുത്തിയാൽ എല്ലാം ഓക്കെ. നമുക്കിന്ന് ബിബിൻ ബ്രദർ പറഞ്ഞു തുടങ്ങിയ റോമാലേഖനത്തിലൂടെ ഒന്ന് കടന്നു പോകാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം കൂടി നമ്മൾ വായിച്ച് നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കടന്നു പോവുക. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. അവിടുന്ന് വിളിച്ചു ചേർത്തവരെ. അടുത്ത വാക്യം വായിച്ചോളെ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ദൈവം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നാടകകൃത്ത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ, അതിന്റെ ഡയറക്ടർ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇപ്പൊ ദൃശ്യം 1 സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൃശ്യം 2 സിനിമ കണ്ടിട്ടുണ്ട്. ആരും ദൃശ്യത്തിലേക്ക് പോകണ്ട, തിരിച്ചു പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക. ആ സംവിധായകൻ തീരുമാനിച്ചു മോഹൻലാലിനെ രക്ഷപ്പെടുത്താൻ. മോഹൻലാൽ എന്തൊക്കെ പറഞ്ഞാലും ശിക്ഷ അനുഭവിക്കില്ല, രക്ഷപ്പെടും ഉറപ്പാണ് അല്ലെ? കാരണം ആരാ തീരുമാനിച്ചിരിക്കുന്നത്? സംവിധായകൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. മോഹൻലാൽ കുറ്റം ചെയ്താലും രക്ഷപ്പെടും എന്ന് ആര് തീരുമാനിച്ചു വെച്ചേക്കാം? സംവിധായകൻ തീരുമാനിച്ചു വെച്ചേക്കാം. പുള്ളി വരച്ച വരയിലൂടെ, പുള്ളി ഷൂട്ട് ചെയ്ത രീതിയിലേ സംഭവം പോകത്തുള്ളൂ. അപ്പൊ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് ആൻഡ്രൂവിനെ രക്ഷപ്പെടുത്താനും അനുഗ്രഹിക്കാനും ദൈവം തീരുമാനിച്ചു. ഡസ്റ്റിൻ നാശത്തിലേക്കും ദൈവം തീരുമാനിച്ചു. ഇനി ഡസ്റ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ആൻഡ്രൂ അതിൽ അഭിമാനിച്ചിട്ട് എന്ത് കാര്യം? യാതൊന്നും കാര്യമില്ല എന്ന രീതിയിലാണ് നമുക്ക് ഈ വചനം കിടക്കുന്നത്. ഇത്രയും വചനം വായിച്ചപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ വലിയൊരു കൺഫ്യൂഷൻ വരിക. കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മുടെ മെറിൻ ഒരു ചോദ്യം ചോദിച്ചു. ഒരൊറ്റ വാക്യം വെച്ചിട്ട് ചോദിച്ചത്. പക്ഷെ ഇവിടെ ഞാൻ ഇത്രയും വാക്യങ്ങൾ നമ്മൾ എടുത്താൽ ഇതേ ആശയം തന്നെ നമുക്ക് ഇവിടെ എല്ലാം കിട്ടുന്നത്. ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും സകല പ്രവൃത്തികളും ചെയ്യുകയും എല്ലാം ചെയ്തു വയ്ക്കുകയും നമുക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന തരത്തിലാണ് നമുക്ക് ഈ വചനങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ കൺഫ്യൂഷൻ ഇതാണ്. ഇനി മനുഷ്യനെ ആർക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കും? ദൈവത്തിനോ മനുഷ്യർക്കോ ഏതെങ്കിലും ഒരുവൻ രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ, അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുക. ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ദൈവവചനം, പ്രത്യേകിച്ച് റോമാലേഖനം. നമ്മുടെ റോമാലേഖനം നേരത്തെ ബിപിൻ ബ്രദർ പറഞ്ഞു, ജഡത്തിന്റെ പ്രവൃത്തികളുമുണ്ട്, ആത്മാവിന്റെ പ്രവൃത്തികളുമുണ്ട്. റോമാലേഖനത്തെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന ഒരു വിഷയം ഇതാണ്. റോമാലേഖനമാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ സുവിശേഷം എന്താണോ അതിനെ കുറിച്ചാണ് റോമാലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, റോമാലേഖനമാണ് സുവിശേഷം. വേണമെങ്കിൽ അങ്ങനെ പറയാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ആ സുവിശേഷത്തിന്റെ ഒരു ടോട്ടൽ കണ്ടന്റ്, യേശു എനിക്ക് വേണ്ടി, ഇപ്പൊ നമ്മള് ചുരുക്കി പറയുകയാണെങ്കിൽ കുറച്ച് വാക്കുകൾ നമുക്ക് ഇങ്ങനെ പറയാം. പാപിയായിരുന്ന എനിക്ക് വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വരികയും അവൻ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് സൗജന്യമായി യാതൊരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസത്താൽ നീതിയിലേക്ക് നടത്തുന്നതാണ് സുവിശേഷം. അതായത് എന്റെ പ്രവൃത്തി നോക്കി എന്നെ സ്നേഹിക്കുന്ന ദൈവമല്ല, എന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നോക്കി എന്നെ സ്നേഹിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന ദൈവമല്ല, വിശ്വാസത്താൽ സൗജന്യമായി വീണ്ടെടുക്കുന്ന, നീതീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാണ് സുവിശേഷം. ഇതാണ് റോമാലേഖനത്തിന്റെ പൊതുവായ ഒരു ആശയം. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിന് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം വീണ്ടും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജഡികാത്മാവും ആത്മാവിൽ നയിക്കപ്പെടുന്നവനും ജഡത്തിൽ നയിക്കപ്പെടുന്നവനെ കുറിച്ചും പറഞ്ഞിട്ട് 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വചനം പറയുകയാണ്, ദൈവം താൻ തെരഞ്ഞെടുത്തവരെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സുവിശേഷത്തിന്റെ ഒരു ആഴപ്പെട്ട ഒരു അവസ്ഥ ദൈവം നമ്മളോട് പറയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. കുറച്ചു നേരമായിട്ട് നമ്മൾ വചനം മാത്രം പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് എന്റെ ജീവിതത്തിലെ ഒരു മണ്ടത്തരത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ശ്രദ്ധ നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് വരും. മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ചിലരുടെ കണ്ണൊക്കെ ബൾബ് പോലെ കത്തുന്നുണ്ട്. ഞാൻ അത്ര മാന്യനൊന്നും ആയിരുന്നില്ല, നല്ല മദ്യപാനിയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുന്ന സമയത്ത്, ഏറ്റവും ആദ്യം മദ്യപിക്കുമ്പോൾ എന്റെ ഉള്ളത്തിന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കാം, വേണ്ട, ചെയ്യരുത്, 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 ചെയ്യരുത്. എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി എനിക്കറിയാം. എന്നെ മാക്സിമം ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന
ഒരു വിഷയം എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. ഒരു വലിയ യുദ്ധം എൻ്റെ ഉള്ളിൽ നടക്കുകയാണ് ആദ്യത്തെ പ്രാവശ്യം മദ്യപിക്കുമ്പോൾ. എന്നാൽ യുവത്വത്തിന്റെ ആ ചോരത്തളപ്പിൽ മദ്യത്തിന്റെ ആ ലഹരിയിലേക്ക് ഞാൻ ആദ്യമായി വീണുപോയി. രണ്ടാമത്തെ പ്രാവശ്യം മദ്യപിക്കുമ്പോൾ ഏകദേശം ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി. മൂന്നാമത്തെ പ്രാവശ്യം അതിന്റെ കുറച്ചവസ്ഥ. നാലാമത്തെ പ്രാവശ്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ അവസ്ഥ ഒന്ന് കുറഞ്ഞ് ഒരു 5-10 പ്രാവശ്യം ഞാൻ മദ്യപിച്ച് കഴിഞ്ഞപ്പോ എന്നിൽ ഈ ശക്തി പ്രവർത്തിക്കുന്ന എനിക്ക് അറിയത്തു പോലുമില്ല. ഞാനത് തിരിച്ചറിയുന്ന പോലുമില്ല. പിന്നെ മദ്യത്തിന്റെ ലഹരിയിൽ ഞാനായി. ഈ പാപം എന്നെ കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് പോയി. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നെ ആരും വിളിക്കുന്നില്ല, എന്നെ ആരും പിന്തിരിപ്പിക്കുന്നില്ല, എന്നെ ആരും പുറകോട്ട് വിളിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതാണ് റോമാലേഖനത്തില് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നീ ആഗ്രഹിക്കാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ 2 നിയമങ്ങളുണ്ട്. ഒന്ന് നിന്നെ നന്മയിലേക്ക് വലിക്കുന്നു, മറ്റൊന്ന് നിന്നെ തിന്മയിലേക്ക് വലിക്കുന്നു. നിന്റെ ജഡം നിന്റെ പാപത്തിലേക്കും നിന്റെ ആത്മാവ് നിന്റെ നന്മയിലേക്കും വലിക്കുന്ന ഒരു യുദ്ധം തന്നെ നിന്നിൽ നടക്കുന്നു. എന്നാൽ ഈ യുദ്ധം ക്രമേണ ആത്മാവിന്റെ ശക്തി ഇല്ലാതാവുകയും ജഡം അതിന്റെ മേൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോ നീ ആ പ്രവൃത്തി അറിയുന്നില്ല, നീ ആ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. എന്നാൽ ദൈവവചനം ഞാൻ കേട്ട്, സുവിശേഷം ഞാൻ കേട്ട്, യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവനായ ക്രിസ്തു അവൻ എനിക്ക് വേണ്ടി രക്തം ബലിയായി കൊടുത്തു എന്ന ചിന്ത വചനത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഈ മദ്യത്തിന്റെ ശക്തി എന്നിൽ നിന്ന് പോയി. എന്റെ ജഡം നിർവീര്യമായി, എന്റെ ആത്മാവ് ശക്തിപ്പെട്ടു. അതിനുശേഷം അതായത് 10 വർഷം ഞാൻ തികഞ്ഞ മദ്യപാനിയായി ലോകത്തിന്റെ മകനായി ഞാൻ ജീവിച്ച് എല്ലാവിധ മദ്യലഹരിയിലും ഞാൻ പോയി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ വചനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടപ്പോ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം ഇതാണ്. പിന്നീട് മദ്യം എന്നെ ഒരു രീതിയിലും സ്വാധീനിച്ചില്ല. അതായത് പിന്നീട് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് മദ്യം എന്റെ തലയെ കൂടെ ഇങ്ങനെ ഒഴിച്ചു നോക്കിയിട്ടുണ്ട്. ഒഴിച്ചു നോക്കിയത് വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒലിച്ചു വരുമ്പോ ഇവന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ മദ്യത്തോടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവന് നാക്കുകൊണ്ട് ഇങ്ങനെ നക്കൂലോ. അങ്ങനെയെങ്കിലും ഇവൻ മദ്യപിക്കുമോ എന്നറിയാൻ തലയെ കൂടെ ഒഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ പോലും ഞാനിങ്ങനെ തൂക്കി കളഞ്ഞ് സുഗമമായി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ, ഈ പ്രലോഭകൻ എന്നിൽ നിന്നും അകന്നുപോയി. കാരണം എന്നിൽ ഇന്ന് ആത്മാവിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്, ജഡത്തിന്റെ ശക്തിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്കൊരു കൃപ കിട്ടി. ഞാൻ പറഞ്ഞു വെച്ച കാര്യത്രേ ഉള്ളൂ. ഒരു മനുഷ്യനിൽ ഈ 2 ശക്തിയും പ്രവർത്തിക്കുന്നു. ഏതൊക്കെ ശക്തി? നന്മയിലേക്ക് നയിക്കുവാൻ, നന്മ പ്രവർത്തിക്കുവാൻ, കൃപയുടെ പ്രവർത്തികൾ നടക്കുവാനുള്ള ശക്തി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പാപത്തിലേക്ക് നിന്നെ നടത്തുവാനുള്ള പ്രവർത്തികളും അവനിൽ തന്നെ സംഭവിക്കുന്നു. നമുക്ക് 1-2 വചനം കൂടെ വായിച്ച് ഈ വചനചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 1 തിമോത്തി അതിന്റെ 2-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തി 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. ശ്രദ്ധിക്കണേ, ഇവിടെ ഈ വചനം പറയാൻ അപ്പോസ്തലൻ പറയാൻ ഒരു കാരണമുണ്ട്. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൻഡ്രു നന്മയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുകയും ഡെസ്റ്റിനെ തിന്മയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നല്ല ദൈവവചനം പറയുന്നത്. ആൻഡ്രുവും ഡെസ്റ്റിനും ബിബിനും ജഗനും സകലരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുവൻ പോലും വീണു പോകണമെന്നോ, ഒരുവൻ പോലും തിന്മ പ്രവർത്തിക്കണമെന്നോ, ഒരുവൻ പോലും തിന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചവൻ യാതൊരുവനുമില്ല. സകലരും രക്ഷിക്കപ്പെടണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതവും പ്രവൃത്തിയും അത് തന്നെയാണ്, യാതൊരുവിധ മാറ്റമില്ല. അവിടെ ദൈവം പറയുന്നത് തൊട്ടടുത്ത വാക്യം, അടുത്ത വാക്യം വായിച്ചോ. അതായത് നമ്മൾ 4-ാം വാക്യം വായിച്ചു, അതൊന്നുകൂടി വായിച്ചോ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് സത്യം? എന്താണ് അവൻ ആഗ്രഹിക്കുന്ന സത്യം എന്ന് കൂടെ അടുത്ത വാക്യം പറയുകയാണ്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. മനുഷ്യനായി യേശു ഈ ഭൂമിയിൽ പിറന്നതിന്റെ കാര്യം നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്റെ മധ്യസ്ഥനായി നീ ദൈവത്തോട് ചെയ്ത പാപത്തെ നിരപ്പാക്കി ദൈവത്തോട് ചേർക്കുവാൻ ദൈവത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരൊറ്റ വഴി. ദൈവം തന്റെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യകുലമായി, ഒരു മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുക്കുക എന്നല്ലാതെ മറ്റൊരു പ്രവൃത്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ദൈവം ഒരുവനെ ഈ ഭൂമിയിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്ത് ഈ ഭൂമിയിൽ വന്നു. വചനമാംസമായി ഭൂമിയിൽ വന്നത് നിന്നെ വീണ്ടെടുക്കുവാനാണ്, നിന്നെ വിശുദ്ധീകരിക്കുവാനാണ്. വേറൊരു വഴിയില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം, എല്ലാവരോടും ഈ സത്വാർത്ത പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തോട് മുഴുവൻ ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ സ്നാപയോഹന്നാൻ പറയുന്ന ഒരു കാര്യം. യോഹന്നാന്റെ സുവിശേഷം 1:29 നമുക്കൊന്ന് വായിക്കാം. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കണേ, വാക്യം ശ്രദ്ധിക്കണേ. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന, നന്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട ആന്റുവിന്റെയും ബിബിൻ ബ്രദറിന്റെയും പാപം നീക്കുന്ന, ഡസ്റ്റിന്റെ പാപം നീക്കാത്ത ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, മുഴു ലോകത്തിന്റെയും പാപം നീക്കാൻ കഴിവുള്ള, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ലോകത്തിന്റെ പാപം നീക്കാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മുഴു ലോകത്തിന്റെയും പാപം നീക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന, ഒരുവൻ പോലും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കാം. 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ആന്റുവിനെയും ബിബിൻ ബ്രദറെയും മാത്രം സ്നേഹിച്ചു, ഡസ്റ്റിനെ സ്നേഹിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് സൂമിലിരിക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, അവൻ ഏത് ജാതിയിൽ ജനിച്ചു, ഏത് മതത്തിൽ, ഏത് വർഗത്തിൽ, ഏത് വർണ്ണത്തിൽ, എവിടെ ജനിച്ചു, ഒരു പ്രശ്നവുമില്ല. വിശ്വാസത്താൽ അവന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി ഈക്വലാണ്. ഒരു പാർഷ്വാലിറ്റി ഇല്ല, ഒരു പാർഷ്വാലിറ്റി ഇല്ല. ആന്റോനോടൊന്ന്, ജഗനോട് മറ്റൊന്ന്, ഡസ്റ്റിനോട് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരുടെയും മുൻപിൽ ഒരേ കാര്യം. അതാ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. 1-ാം മണിക്കൂർ വന്നവനും അവസാന മണിക്കൂർ വന്നവനും നിത്യജീവൻ. അതായത് ഒരേ ഒരു നാണയമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ആ ഒരു നാണയം ഞാൻ നിന്നോട് പറഞ്ഞത് അതാണ് ഞാൻ നിനക്ക് തന്നിരിക്കും. യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകിയാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നീ രക്ഷ പ്രാപിക്കും, നീ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമ്മൾ വീണ്ടും ചോദ്യമാണ്. നമ്മൾ തുടക്കം വായിച്ച ഒരു 5-6 വചനമുണ്ട്. അതായത് ഒരുവനെ നന്മയിലേക്ക് നടത്തുന്നത്, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നത്, നന്മ പ്രവർത്തിക്കാൻ അവന് ഇച്ഛ കൊടുക്കുന്നത്, അവന്റെ മേൽ ഇതെല്ലാം ദൈവമാണ്. പിതാവാണ് അവൻ ആകർഷിക്കുന്നത്. പിതാവ് ആകർഷിച്ചല്ലാതെ വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമ്മൾ വായിച്ചു. അപ്പൊ ഈ വചനങ്ങളൊക്കെ എന്താ പറയാ? ഈ വചനങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയില് സോമാലിയയിൽ ജനിച്ചാലും ആമസോൺ കാടുകളിൽ ജനിച്ചാലും നീ എവിടെ ജനിച്ചാലും നിന്റെ ജീവിതകാലത്ത് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും യേശു എന്ന രക്ഷകനെ കുറിച്ച് നീ കേൾക്കും. യേശു എന്ന നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനുള്ള ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു സാധ്യത നിന്റെ മുൻപിൽ ദൈവം വയ്ക്കും. അതിന്റെ മുൻപിൽ നീ വാതിൽ തുറക്കുന്നുവോ, നീ കഥ കടക്കുന്നുവോ എന്നുള്ളതാണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്. തീരുമാനം നിന്റെയാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. നിന്റെ മുൻപിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. നിന്നെ വീണ്ടെടുക്കാനുള്ള എല്ലാ പ്രവൃത്തിയും ദൈവം ചെയ്തു വെച്ചിട്ട് നീ അതിൽ പാസ്സാവുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമല്ല. അതായത് നമ്മളൊരു സ്കൂളിൽ 10-ാം ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ 50 പേരുണ്ട്. ഈ 50 പേർക്കും ഒരുപോലെ ട്രെയിനിങ് കൊടുത്തു. കുറച്ച് പഠനത്തിൽ കുറവുള്ളവർക്ക് കൂടുതൽ എഫേർട്ട് കൊടുത്തു. അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുത്തു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു. അവർക്ക് വേണ്ട ഗൈഡുകൾ കൊടുത്തു. എക്സാമിന് വരേണ്ട മോഡൽ പേപ്പറുകൾ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൊടുത്തു. 49 പേരും വിജയിച്ചു, ഒരുവൻ പരാജയപ്പെട്ടു. സ്കൂളിന്റെ കുറ്റമല്ല, സ്കൂളിന്റെ കുഴപ്പമല്ല. അവര് മാക്സിമം ശ്രമിച്ചു. ഒരുവൻ തീരുമാനിച്ചു, ഞാൻ ജയിക്കില്ല.
എനിക്ക് താല്പര്യമൊന്നുമില്ല, ഇതൊന്നും എന്റെ വിഷയമല്ല. അവൻ പുറകോട്ട് പിന്മാറി, അവൻ പഠിത്തത്തിൽ താല്പര്യം കാണിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അവൻ പരാജയപ്പെടും. ഇത് തന്നെയാണ് ദൈവം നമ്മുടെ മുൻപിൽ നന്മയ്ക്കായിട്ടുള്ള സകല വാതിലുകളും തുറന്നു വെച്ചിട്ട് പറഞ്ഞു, മകനെ കയറി വാ, നിനക്കുള്ള എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് റോഡിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒത്തിരി പേര് നടന്ന് തന്റെ പാപങ്ങളെ പോക്കാൻ നടന്നു പോകുന്നത് കാണാം. ഞാൻ ആരാന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്. കാൽനടയായി അവർ ചെയ്ത പാപങ്ങളുടെ പൂർത്തിക്ക് വേണ്ടി. അപ്പൊ എന്റെ ഹൃദയത്തിൽ തോന്നിയൊരു ചിന്ത ഞാനൊന്ന് വെറുതെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അതായത്, ഞാൻ ഒരുവനെ ദൈവമായി കാണുകയും അത് എന്തെങ്കിലും ഒരു ശക്തിയെ ദൈവമായി കാണുകയും ആ ദൈവമായി ഞാൻ അതിനെ കണ്ടുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ ഞാനൊരു 10, 20, 30 കിലോമീറ്റർ നടന്ന് ഞാൻ ചുമലിൽ കുരിശോ തലയിൽ വാണ്ടമോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു മല കയറി അതിന്റെ മുകളിൽ ചെന്ന് പ്രായശ്ചിത്ത പ്രവർത്തികളെല്ലാം ചെയ്തിട്ട് ഞാൻ ആ ദൈവത്തോട് പറയുക, ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, എടാ എന്റെ പാപത്തിന് ഞാൻ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ഞാൻ ദൈവത്തോട് സഹായം തേടുകയാണെങ്കിൽ അതെങ്ങനെ ദൈവമാവും? അങ്ങനെ എന്നെ സഹായിക്കുന്നവനാണെങ്കിൽ അതെങ്ങനെ ദൈവമാവും? അങ്ങനെ ദൈവത്തിന് ഞാൻ എന്തിനെ ആശ്രയിക്കുന്നത്? അതായത് ഞാൻ ചെയ്ത പാപത്തിന് മുഴുവൻ ശിക്ഷയും ഞാൻ തന്നെ അനുഭവിച്ച്, ഞാൻ തന്നെ കഷ്ടത സഹിച്ച്, ഞാൻ തന്നെ വേദനകളും ദുഃഖങ്ങളും സഹിച്ച് എല്ലാ സഹനങ്ങളും കൊടുത്ത് അതിന്റെ മുകളിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഏതോ ശക്തിയോട് അയ്യോ ദൈവമേ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയാനാണെങ്കിൽ ഈ പാപത്തിന് മുഴുവൻ ഞാൻ ശിക്ഷ അനുഭവിച്ചില്ല. പിന്നെ എനിക്കെന്തിനാ ദൈവത്തിന്റെ സഹായം? യാതൊരു സഹായത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തു വെച്ച പ്രവൃത്തിയിലൂടെ നിന്നോട് പറയുന്ന കാര്യം ഇതാണ്, നിന്റെ പാപത്തിന്റെ പരിഹാരമായ സകല പ്രവൃത്തിയും ഞാൻ ക്രൂശിൽ ചെയ്തിട്ടുണ്ട്. ആ പുത്രനെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ദൈവം തന്റെ പുത്രനെ അയച്ചു. ലോകത്തെ വീണ്ടെടുത്തു. ലോകത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ട് പറയുക, നീ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. നീ പരിഹാരം ചെയ്യണ്ട, നീ മല കയറണ്ട, നീ ഉരുളനേർച്ച നടത്തണ്ട, നീ നടക്കണ്ട, നീ പരിഹാരം നോ ഒന്നുമല്ല. നിന്നോട് പറഞ്ഞു, വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്നതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. അതാണ് റോമലേഖനം നമ്മളോട് പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക, ജഡത്തിൽ നിന്ന് മാറുക, ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നീ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ദൈവപുത്രത്വത്തിൽ നീ വരും. പുത്രനെത്തിക്കിലേക്ക് നീ മടന്നു വരും. അവിടെയാണ് നീ പുത്രനാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത്, ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് വേണ്ടി ചെയ്തു വെച്ചവനെയാണ് ഞാൻ ദൈവം എന്ന് വിളിക്കുന്നത്. അവനെയാ ദൈവം എന്ന് വിളിക്കാനുള്ള ക്വാളിറ്റിയോട്. അല്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് മുഴുവൻ ഞാൻ തന്നെ ശിക്ഷയേറ്റ്, ഞാൻ തന്നെ കഷ്ടം സഹിച്ച്, ഞാൻ തന്നെ എല്ലാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാ? ദൈവം എന്നതിനെ വിളിക്കുന്നതിന് ഞാൻ അതിനെ ആശ്രയിക്കേണ്ട ആവശ്യം എന്താ? എല്ലാം എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ മറ്റൊരു ഞാൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത് ചെയ്തു, എന്നെ നിരപ്പാക്കി, എന്നെ വിശുദ്ധീകരിച്ചു എന്ന വചനം പറയുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിലൂടെ നമുക്കത് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതായത് ശിക്ഷാവിധി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. എന്താണ്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും, യേശു ക്രിസ്തു എന്ന പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി, ആ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അവൻ അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ ഒഴിവുകഴിവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുവാകുന്ന പ്രകാശം നമ്മിലേക്ക് വന്നിട്ടും നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അതിനെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മത്തായി സുവിശേഷം 23:37 യേശു ഇത് പറയുന്നുണ്ട്, അല്ലയോ മക്കളെ, ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ചു, എന്നാൽ നിങ്ങളത് സ്വീകരിച്ചില്ല എന്നാ വചനം പറയുന്ന വചനം വായിക്കാം. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. ദൈവം തന്റെ മക്കളെ വിശുദ്ധീകരിക്കാൻ അനേക പ്രാവശ്യം ആഗ്രഹിക്കുകയും അതിനുള്ള സകല പ്രവൃത്തിയും ചെയ്തു. പ്രവാചകരെ അയച്ചു, ദൈവവചനം അയച്ചു, സുവിശേഷത്തെ കൊടുത്തു, ഇതെല്ലാം കൊടുത്തിട്ടും പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു. മനുഷ്യൻ വിസമ്മതിച്ചു. അതുകൊണ്ട് രക്ഷ അവരിൽ നിന്നും അകന്നുപോയി. യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റു പറയുന്നത് വരെ രക്ഷ ഇനി നിന്റെ ഭവനത്തിൽ പ്രവേശിക്കത്തില്ല, രക്ഷ നിന്റെ മുൻപിൽ വരത്തില്ല എന്നാണ് വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
2 തെസ്സലോനിക്ക അതിന്റെ 2-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യം വായിച്ച് നമ്മൾ ഈ ചിന്ത അവസാനിപ്പിക്കുക. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കുക. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. 9-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സാത്താന്യ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കുവാനും വിമുഖത കാണിക്കുകയാൽ. അതായത് ഇവിടെ വചനം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. ചിലർ അത്ഭുതം കണ്ട് പിന്നാലെ പോകും, ചിലർ അടയാളം കണ്ടുപോകും, ചിലരെ സംബന്ധിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതിനെയും ആശ്രയിക്കും. അത് ചിലപ്പോ വിഗ്രഹത്തെ ആകാം, അത് ചിലപ്പോ ഈ പറയുന്ന പ്രകൃതി ശക്തികൾ എന്തെങ്കിലും ആകാം, ലോകത്തിന്റെ ശക്തിയാകാം. എന്തെങ്കിലും ഒരു കാര്യത്തെ അവൻ ദൈവമെന്ന് സങ്കല്പിച്ച് നല്ലതെന്ന് സങ്കല്പിച്ച് അവന്റെ സ്വാർത്ഥമായ ഇഷ്ടത്തിനോ ആഗ്രഹത്തിനോ വേണ്ടി അവൻ അതിനെ പിൻചൊല്ലും. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെ സാത്താന്റെ ശക്തി വരുന്നത്, അവന്റെ പ്രവർത്തനം വരുന്നത് ഇങ്ങനെയുള്ള വ്യാജമായ അടയാളത്തോടു കൂടെ തന്നെയാണ്. അതായത് സാത്താൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ അടയാളം ഉണ്ടാവും, അവിടെ അത്ഭുതം ഉണ്ടാവും. പക്ഷെ അത് ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവത്തിന് ഒരേ ഒരു നീതിയേ ഉള്ളൂ, ഒരൊറ്റ നീതിയേ ഉള്ളൂ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന നീതിയുടെ പ്രവൃത്തി. അത് എല്ലാവർക്കും, അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കണമെന്നും സകലരും വിശുദ്ധീകരിക്കണമെന്നും സകലരും അനുഗ്രഹിക്കപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ് ദൈവവചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. വീണ്ടും ആ വാക്യത്തിന്റെ 10-ാം വാക്യം മുതൽ നമുക്ക് ഒന്നുകൂടി വായിക്കാം. 2 തെസ്സലോനിക്ക 2:10 മുതൽ ഒന്നുകൂടി വായിക്കാം. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കുവാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതായത് സത്യം നിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടും അതിനെ വിശ്വസിക്കാതെ നീ തിന്മയെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് നിന്റെ ഹൃദയത്തെ നീ തിരിച്ചാൽ അതിലേക്ക് വീഴാൻ ദൈവം അനുവദിക്കും. ദൈവം പിന്നെ നിന്നെ വിടത്തില്ല. ദൈവം അങ്ങനെ പൊക്കോളാൻ പറയും. അതായത് ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞു, മദ്യമെന്ന പാപത്തിലേക്ക് ഞാൻ പോകുന്ന ആദ്യ നിമിഷം മുതൽ എന്നെ പുറകോട്ട് വലിക്കാൻ 1, 2 പല പ്രാവശ്യം എന്നെ പിന്നോട്ട് വലിക്കാൻ ദൈവം പ്രവർത്തിച്ചു, ദൈവം ചെയ്തു. ഞാൻ ആ മദ്യത്തിലേക്ക് പോയി, ആ മദ്യത്തിന്റെ കൂട്ടുകൂട്ടി ഞാൻ അതിലേക്ക് വീണു. എന്നാൽ വീണ്ടും ദൈവം എന്നെ വീണ്ടെടുക്കുന്ന സുവിശേഷമാകുന്ന ദൈവത്തിന്റെ ശക്തി ഒരു ദിവസം എന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. നിനക്ക് വേണേ ഹൃദയം തുറക്കാം, ആ വചനം സ്വീകരിക്കാം, സ്വീകരിച്ച് അതിലേക്ക് തിരിയും. വേണമെങ്കിൽ മാത്രം. ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധവും ദൈവം നമ്മളോട് പറയുന്നില്ല. ആ തെസ്സലോനിക്ക ലേഖനം ഒന്നുകൂടി വായിക്കാം, താഴോട്ട് വായിക്കാം. 11 വായിച്ചു. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ആര് ഉണർത്തും എന്ന് പറഞ്ഞ ദൈവം തന്നെ അവനെ വിടും. സത്യത്തെ വിശ്വസിക്കാതെ അവൻ വ്യാജത്തിൽ വിശ്വസിച്ചാൽ, വ്യാജത്തിന് വേണ്ടി അവന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്താൽ, തിന്മയ്ക്ക് വേണ്ടി അവന്റെ ഹൃദയത്തെ അതിന്റെ ആഗ്രഹങ്ങളിലേക്കോ ചിന്തകളിലേക്കോ നീ തുറന്നു കൊടുത്താൽ ആ വ്യാജമായതിനെ വിശ്വസിക്കാൻ ദൈവം അനുവദിക്കും. കാരണം സത്യത്തിന്റെ പ്രകാശം നിന്റെ മുമ്പിലുണ്ട്, ദൈവിക പ്രകാശം, സുവിശേഷത്തിന്റെ പ്രകാശം നിന്റെ മുൻപിലുണ്ട്. നീ ഒന്നും ചെയ്യാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി നിന്റെ മുൻപിൽ ദൈവം വെച്ച് കാണിച്ചിട്ടും നീ വീണ്ടും പാപത്തിലേക്ക് പോയാൽ ദൈവം ഒന്നും ചെയ്യില്ലെന്ന് അതിന്റെ പിന്നാലെ. ദൈവത്തിന് താല്പര്യമില്ലെന്ന്. പിന്നെ നീ അനീതിയിൽ വിശ്വസിക്കാൻ നിന്നെ വിടും ദൈവം. ദൈവം കൈ അഴിഞ്ഞ് ദൈവം നിന്നെ വിടും. ഈ വാക്യം വായിച്ചിട്ട് സെയിന്റ് അഗസ്റ്റിൻ ഒരു വാക്യം തന്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളോട്, മനുഷ്യനോട് അനുവാദം ചോദിക്കാതെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഡെസ്റ്റിൻ എന്ന വ്യക്തിയോട് ദൈവം അനുവാദം ചോദിച്ചില്ല. ഡെസ്റ്റിൻ, നീ CV ആന്റണിയുടെ മകനായി നീ ഇന്ന സ്ഥലത്ത് ഞാൻ നിന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ദൈവം മനുഷ്യനോട് ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്റെ അപ്പനെയോ അമ്മേനെയോ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിട്ടില്ല. അത് ദൈവമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡെസ്റ്റിന്റെ അപ്പനും അമ്മയും ഇന്ന ആളായിരിക്കണം. എന്റെ അപ്പനിലും എന്റെ അമ്മയിലും ദൈവം എന്നെ സൃഷ്ടിച്ചു.
എന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം നടത്തി, സകല മേഖലകളിലും ദൈവം നടത്തി. അപ്പൊ മനുഷ്യനോട് അനുവാദം ചോദിക്കാതെ, മനുഷ്യന്റെ യാതൊരുവിധ അനുവാദവും ഇല്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ ഭൂമിയിലാക്കി. എങ്കിലും മനുഷ്യനെ നടത്താൻ, രക്ഷിക്കാൻ, മനുഷ്യനെ വീണ്ടെടുക്കാൻ, നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ അവന്റെ അനുവാദം കൂടിയേ തീരും. അനേക വചനങ്ങൾ വായിച്ചിട്ടാ സെയിന്റ് അഗസ്റ്റിൻ ഈ കാര്യം പറയുന്നത്. ഇപ്പോ 2 തെസ്സലോനിക്കർ നമ്മൾ വായിച്ച ആ വാക്യവും, അതുപോലെ തന്നെ പാപം ഏറ്റുപറയാതെ രക്ഷ പ്രാപിക്കത്തില്ല എന്ന വാക്യങ്ങളും, നീ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ഏറ്റുപറയണമെന്ന് യോഹന്നാന്റെ വാക്യങ്ങൾ, ഇങ്ങനെ അനേക വാക്യങ്ങൾ. അതായത് ഒരുവൻ തന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, ക്രിസ്തുവിനോട് നിരപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ, യേശുവിനോട് ഐക്യപ്പെടുന്നില്ലെങ്കിൽ അവൻ ശിക്ഷ പ്രാപിക്കും, അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇങ്ങനെ അനേക വാക്യങ്ങൾ സുവിശേഷത്തിലൂടെ, ലേഖനങ്ങളിലൂടെ വായിച്ചിട്ട് സെയിന്റ് അഗസ്റ്റിൻ ഈ പ്രസ്താവന ഇങ്ങനെ എഴുതി വെച്ചു: നിന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം വേണം, നിന്നെ സൃഷ്ടിക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം വേണ്ട, നിന്നെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ ദൈവം അനുവാദം ചോദിച്ചിട്ടില്ല, നിന്റെ അപ്പനെ നിന്റെ അമ്മയെ ആരെ വേണമെന്ന് ദൈവം അനുവാദം ചോദിച്ചിട്ടില്ല. യാതൊരു കാര്യത്തിലും ദൈവം നിന്നോട് ഒരു അനുവാദവും ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ദൈവം പറയും: നിന്റെ ഹൃദയവാതിൽ ഞാൻ വന്ന് മുട്ടും, നിനക്ക് വേണ്ടി സകല പ്രവൃത്തി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, സകല മേഖലകൾ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തു. കർത്താവ് നമ്മളോട് പറയുക: വാ, കയറി വാ, രക്ഷയിലേക്ക്, വിശ്വാസത്തിലൂടെ വിശുദ്ധിയിലേക്ക്. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തല്ലോ, എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ കയറി വരാം. ഈ ആശയം വെച്ചിട്ട് നമ്മൾ ആദ്യം വായിച്ച എല്ലാ വചനവും കൂടി വായിച്ചു നോക്കിക്കോ. നമ്മൾ ആദ്യം എഴുതിയ എല്ലാ വാക്യങ്ങളും നമ്മളൊന്ന് വായിച്ചു നോക്കി. അതായത് എന്നിൽ സൽപ്രവൃത്തിക്കായി ദൈവം എന്നെ സൃഷ്ടിച്ചു. ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ സൽപ്രവൃത്തിയാണ്. ദൈവം അതിനു വേണ്ടി ഇച്ഛിച്ചു. ദൈവം അതിനു വേണ്ടി എന്നിൽ എന്റെ ഇച്ഛയെ, എന്റെ നന്മ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നൽകി. എന്റെ പിതാവ് എന്നെ ആകർഷിച്ചു, പുത്രനിലേക്ക് അവനെ കൊണ്ടുവന്നു. എല്ലാ പ്രവൃത്തിയും അവൻ ചെയ്തു വെച്ചു. യേശുവിനെ കാണുവാൻ, യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ട എല്ലാ പ്രവൃത്തിയും അവൻ ചെയ്തു വെച്ചു. എന്നിട്ട് അവൻ നമ്മളോട് പറഞ്ഞു: ഇനിയുള്ളത് നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് നിന്നെ വീണ്ടെടുക്കുവാൻ നിന്റെ അനുവാദം വേണം, നിന്നെ വിശുദ്ധീകരിക്കുവാൻ നിന്റെ അനുവാദം വേണം. നമ്മളാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. അനുദപിച്ച് അപ്പസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോ 5000 പേര് ക്രിസ്തുവിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോ തൊട്ടു മുകളിൽ ഒരു വാക്യം പറയുന്നുണ്ട്: രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു വേണം? അവിടെ അപ്പസ്തലൻ പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊന്നും വേണ്ട, മറ്റൊരു പ്രവൃത്തിയും ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷ പ്രാപിക്കാൻ യാതൊരു പ്രവൃത്തിയും ഈ ഭൂമിയിലില്ല. ഒരു പ്രവൃത്തിയാലുമല്ല, വിശ്വാസത്താൽ നിന്നെ നീതീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. എല്ലാവരെയും അങ്ങനെ ചോദിച്ചവരെയാണ് രക്ഷ പ്രാപിച്ചത്. അങ്ങനെ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പാക്കപ്പെട്ടവരാണ് രക്ഷ പ്രാപിച്ചത്. നമ്മുടെ കണ്ണുകളെ കടക്കുക, കർത്താവിന്റെ സന്നിധിയിൽ: കർത്താവേ, എന്റെ ശരീരത്തിൽ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്, ജഡത്തിന്റെ വ്യാപാരങ്ങളുണ്ട്. ഞാൻ എന്തിനെ എന്നെ വിട്ടുകൊടുക്കുന്നു? ജഡത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു. മദ്യപാനത്തിലും മധുരോത്സവത്തിലും എന്ന് വേണ്ട സകലവിധ തിന്മയ്ക്കും ഞാൻ എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു: എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന ഒരു മിഥ്യാബോധം വിശ്വാസത്താൽ തന്നെ എന്നിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടും, ഞാൻ നാശത്തിലേക്ക് പോകും. എന്നാൽ എന്റെ ഹൃദയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക്, പ്രകാശത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കും, ഞാൻ പ്രവർത്തിക്കുകയും കർത്താവിന്റെ വിളി കേട്ട്, അവന്റെ ശബ്ദം കേട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുക: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും ആ സത്യപ്രകാശം സ്വീകരിക്കണമെന്നും ആ പ്രകാശത്താൽ വീണ്ടെടുക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെടുവാതെ എന്നെ തെരഞ്ഞെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഫിലിപ്പി ലേഖനത്തിൽ 2:6 ദൈവവചനം പറയുക: ദൈവം സത്പ്രവൃത്തി എന്നിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നഷ്ടപ്പെടാതെ എന്നെ കാത്തു സൂക്ഷിക്കും. ദൈവം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദൈവം എന്നിൽ നന്മയിൽ, എന്റെ സത്പ്രവൃത്തിക്കായി എന്നെ ഉത്തേജിപ്പിക്കും. ദൈവം ഒരിക്കലും പിന്മാറത്തില്ല. ദൈവം വിശ്വസ്തനാണ്. കർത്താവേ, ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടാതെ ക്രിസ്തുവിന്റെ കൃപയിൽ, ദൈവവചനത്തിൽ വീണ്ടെടുക്കപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലായി മുന്നോട്ട് പോകുവാൻ ഇന്ന് ഈ കൂട്ടായ്മയിലെ ഓരോ ഭവനത്തെയും, ഓരോ വ്യക്തികളെയും